ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കസ്കസ് നാരങ്ങകളാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളവും, അതിലേക്ക് കസ്കസ് ഉള്ളവർ കസ്കസ് ഇടാം, എന്നിട്ട് നാരങ്ങ പിഴിയുക. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ, ഇടാൻ പോവാണ്. അപ്പോൾ നന്നായി പിഴിഞ്ഞ് കൊടുക്കാം. ഒരു നാരങ്ങയുടെ 2 പീസായിട്ട് എടുത്തുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിന് അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് 3 സ്പൂണാണ് കേട്ടോ. തണുപ്പ് കാലത്ത് പച്ചവെള്ളം കുടിക്കുകയല്ല, അത് തിളപ്പിച്ചാറിയ വെള്ളം തണുത്തതിന് ശേഷം കലക്കിയിട്ടാണ് കുടിക്കുന്നത് അല്ലേ? അപ്പോൾ ആരും പച്ചവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ, തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് തണുപ്പിക്കേണ്ടവർക്ക് തണുപ്പിക്കാം. കസ്കസ് ഇല്ലാത്തവർ മറ്റേ കസ്കസ് ഇല്ലാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എസൻസ് ഇല്ലാത്തവർക്ക് ഉള്ളവർക്ക് ഒഴിക്കാം. ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത കാരണമാണ് ഒഴിക്കാത്തത്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോയ കാരണമാണ് വെളിച്ചമില്ലാത്തത്. അപ്പോൾ കറണ്ട് പോയ കാരണമാണ് ലൈറ്റ് പോയത്. അപ്പോൾ ഞങ്ങൾ കറണ്ട് പോയാൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്, ഇൻവേർട്ടർ. ടേസ്റ്റ് നോക്കിക്കേ, കുറെ നേരം ഇളക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൊള്ളാം. ഇപ്പോൾ വലിയമ്മ അതാ ടേസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതാ ഞങ്ങൾ ഇളക്കി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇനി തണുത്ത വെള്ളം ഉള്ളവർക്ക് തണുപ്പ് വെള്ളം ഉപയോഗിക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കണുണ്ട്. ഐസും കട്ട ഉള്ളവർക്ക് ഐസും കട്ട ഇടാം. അപ്പോൾ ഇന്ന് ചോറ് വന്നിട്ട് തിന്നത് നമ്മൾ പാർട്സ് കറിയും ചോറാണ് കേട്ടോ. നമുക്ക് ഐസ് ക്യൂബ് ഇടാം. നമ്മൾ കറണ്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടുവരികയാണ്. ഇളക്കിയൊക്കെ കഴിഞ്ഞ ടേസ്റ്റൊക്കെ എപ്പോഴോ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ഐസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൈ.